ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മിക്കൂസ് മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ ഫ്രണ്ടിലൊന്നും വരാറില്ല, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഗൈസ്, അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും പേടിക്കാതെ പോകാം. കാരണം അമ്മയ്ക്ക് എപ്പോഴും 2 ബോഡി ഗാർഡ്സ് ഉണ്ട് ഇവിടെ. ഒന്ന് പിങ്കും ഒന്ന് മിക്കും. റോക്കിക്കും പപ്പിക്കും ഒന്നുമില്ല, പക്ഷെ അമ്മ എവിടെ പോയാലും ഇവർ രണ്ടുപേരും അമ്മയുടെ കൂടെ കാണും. അല്ലയോ അമ്മ? അമ്മ ഒന്ന് എണ്ണിച്ചളന്നേ, ഇപ്പം കാണിച്ചത് ഒന്ന് എണ്ണിച്ചളന്നേ. അമ്മ എണ്ണിക്കേണ്ട താമസം. അമ്മ വണ്ടി എടുത്തേ, അതിനെ വളരെ രസമായിരിക്കും. അമ്മ ഇനി ടോയ്ലറ്റിലൊന്ന് കയറി നോക്കിയേ. അമ്മ ടോയ്ലറ്റിൽ കയറി കഥ തുടങ്ങണേ. ഇവരവിടെ വെയിറ്റ് ചെയ്തു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കഥവ് തുറന്നിങ്ങി കയറും കേട്ടോ. അമ്മയുടെ കൂടെ കയറും, എവിടെ വേണമെങ്കിലും പോകും. എൻ്റെ പിങ്കു അമ്മ ഒന്ന് അടച്ചേ. അവിടെ നിൽക്കും എത്ര നേരം വേണമെങ്കിലും. അതിലല്ല, അമ്മ ഇനി പോയി വണ്ടി ഒന്ന് എടുത്തേ. അത് അതിനൊക്കെയുള്ള രസമാണ് രണ്ടുപേരും. ഹായ്. റോക്കിക്കും പപ്പിക്കും പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒരാൾ കയറി, ഇതാണ്ട് ഇനി അടുത്ത ആളിപ്പോൾ കയറും. ഒരാൾ കയറി കഴിഞ്ഞു. ബാഗിൽ എടുക്കുന്നു. എന്താ പിങ്കു കയറാത്തേ? പിങ്കു ഒന്ന് കയറിയതായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ കട്ടായിപ്പോയി. വീണ്ടും ഇറക്കി. കയറി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഇറക്കിയതാണ്. ജസ്റ്റ് നമുക്കൊന്ന് കറക്കാം, ഇതാണ് അവസ്ഥ. ഞാൻ ഇറങ്ങുകയും ചെയ്യുന്നു. നിർത്തി അവിടെ ഇറങ്ങിക്കോളും. മിക്കുന് ഇനിയും പോണം. ഇനി കണ്ടാണ് ഞാൻ കിടക്കാൻ പോവാണ്. അമ്പ ഒന്ന് കിടക്കട്ടെ, ഞാൻ കിടക്കട്ടെ. ഓക്കെ. ഒന്നെങ്കിൽ കട്ടിലിൻ്റെ അടിയിലല്ലേ അമ്മയുടെ കട്ടിലിൻ്റെ കൂടെ. എന്തിയാ മിക്കുന്നേ? അടിയിൽ പോയി. മിക്കു അടിയിൽ പോയി കിടന്ന്. ഇതിലും കിടന്ന്. ഇനി അമ്മ എണ്ണിക്കുമ്പോൾ വീണ്ടും. ഇനി ഇപ്പം ഞാനും കിടന്നു. ഹലോ, ഇനി വന്നേ മിക്കു ഞാൻ മോളെ കേറാ. ഇതെന്ത് വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായി കാണും. മറ്റേത് 2 പേരും ചേർന്നും കിടക്കും. മിക്കു അന്ന് ഞാനോട് ചേർന്നേ കിടക്കും. പിങ്കു കയറും. മിക്കുമ്പോൾ ബാ, മിക്കുമ്പോൾ വാ. ഇവിടെ കിടാ. മിക്കു ഇവിടെ കിടാ. മിക്കു ഇവിടെ. ഇത്രയേ ഉള്ളു. ഇങ്ങനെ കിടക്കത്തുള്ളൂ. മിക്കു ഇങ്ങനെ കിടക്കൂ. രാവിലെ ചിലപ്പം അമ്മയെക്കാളുടെ മുമ്പേ അമ്മൂമ്മ എണ്ണിക്കുവാണെങ്കിലേ, അപ്പോൾ അമ്മൂമ്മ ഇവരെ പോയാൽ തുറന്നു വിടും. ഈ കഥ തുറന്ന് ചിലവരൊക്കെ തുറന്നിട്ടിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ കയറി വന്ന് അമ്മയുടെ ആശ്മീണ് അടുക്ക് കയറി കിടക്കും പിങ്കും മിക്കും. അമ്മ എണ്ണിച്ച് കണ്ടവർ വന്നു. വരുന്നില്ലേ പിങ്കു? ബാ. ഇത് അമ്മയില്ലെങ്കിൽ ഇവർക്കൊരു ജീവിതം ഇല്ലാത്ത മട്ട. അയ്യോ,
ഇനിയും വരുമോ എൻ്റെ പുറകിന്? എന്തുവാ നീ എങ്ങോട്ട് പോണമെന്നുള്ള രീതിയിൽ നിൽക്കുക. നീ ചോറ് കേട്ടെ, ചോറ് 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 കേട്ടെ. ഗൈസ്, ഇവർക്കുള്ള ഫുഡാണ്. ചോറും വേണ്ട. ഇത് മീനിൻ്റെ തലയാണല്ലോ, എല്ലാ മീൻ്റെ ഉണ്ട്. അയിലയുടെ എല്ലാം, മത്തിയുടെ ഒക്കെ, വലിയ മത്തിയുടെ ഒക്കെ ഉണ്ടല്ലോ തല നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളതിട്ട് വേവിച്ച് കൊടുക്കും. പിന്നെ ചിക്കൻ്റെ പാർട്സ് ഇരിപ്പുണ്ട്, ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇനി ഒരു 3-4 ദിവസത്തേക്കുള്ളത്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും അത് കൊടുക്കത്തില്ല. നമ്മൾ മിനിഞ്ഞാന്ന് കൊടുത്തു, ഇനിയിപ്പോൾ നാളെ കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ പിങ്കുവിൻ്റെ ചോറാണ്. അതിനോട് ഇച്ചിരി മീനൊക്കെ കൊടുക്കുന്ന ദിവസം ഞാൻ ഇച്ചിരി പെഡിഗിരിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം അപ്പോൾ അവർ പെഡിഗിരിയും ചോറും കൂടെ, ചോറ് ഇതിനകത്ത് അധികം വരും ഇവർക്ക്, ഇത്രയും അധികം വരും ഇവർക്ക്. എങ്ങനെ പോലും ഇവർക്ക് അധികം വരും ചോറ്. ഇത് വലിയ ആക്രാന്തമൊന്നുമില്ല ഈ 4 പേർക്ക്. പക്ഷേ ബെല്ലയ്ക്ക് നല്ല ആക്രാന്തമുണ്ട്. അവൾക്ക് കൊടുത്തു ഞാൻ, അവൾക്ക് ആദ്യം കൊടുക്കുന്നത്, അവൾക്ക് ഞാനിപ്പോൾ കൊടുത്തു ചോറ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ്. നമ്മൾ ചിക്കൻ്റെ പാർട്സൊക്കെ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കത്തില്ല, നാളെ കൊടുക്കും. നാളത്തേക്കും 2 ദിവസത്തേക്കുള്ള ഫ്രിഡ്ജ് ഇരിപ്പുണ്ടിന്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ് കൊടുക്കുക. അപ്പോൾ ഇത് തരട്ടെ, ഇത് റോക്കിയുടെ എന്നാ ബാ, പപ്പിയുടെ പിങ്കുവിൻ്റെ ഇത് ഇച്ചിരി ക്ലീൻ ചെയ്യാനുണ്ട്. ബാ ബാ, കയറിക്കോ കയറിക്കോ പിങ്കു, പിങ്കു കയറിക്കോ. ഇത് പപ്പിയുടെ ഫുഡ്. ഇത് ഫുഡ് കണ്ടോ, ഒരാക്രാന്തമില്ല, നോക്കിയാൽ ആക്രാന്തമൊന്നും ഇല്ല അവർക്ക്. ഇതൊന്നും കണ്ടാലും പക്ഷെ തിന്നോളും പതുക്കെ പതുക്കെ. എന്താ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് മിക്കുവിൻ്റെ കൂടി ഇച്ചിരി ക്ലീൻ ചെയ്യണം. റോക്കിയുടെ അങ്ങനെ മൂലയ്ക്ക് വെച്ച് കൊടുത്തില്ലെങ്കിൽ തട്ടിക്കളയും. ഞാൻ പെഡിഗിരിയും പറക്കി തിന്നും, ആ മീനും പറക്കി തിന്നും, ചോറോടെ വെച്ചു. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഫുഡ് തീറ്റി കഴിഞ്ഞ് കണ്ടോ. അപ്പോൾ അവർ 2 പേരുടെയും പാത്രം മാറി മാറി കഴിക്കുക. പിങ്കുവിന് കൊടുത്തത് അപ്പുറം, പപ്പിക്ക് കൊടുത്തത് ഇപ്പുറമായിരുന്നു. എല്ലാം ഇച്ചിരിച്ച കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. വേണ്ട കണ്ടോ, ഇതിങ്ങനെ അങ്ങ് നിൽക്കും. റോക്കിനെ തോന്നാണ് ഇവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ആക്രാന്തമൊന്നുമില്ല. കഴിപ്പ് കഴിഞ്ഞ അന്നത്തെ അപ്പുറത്ത് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടോ. അതിനെ ശുദ്ധമായ സംഗീതം. ചോറ് തട്ടിക്കളയരുത്. ഇങ്ങനെ ആരെങ്കിലും വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ചാടി ചോറും വെള്ളം എല്ലാം തട്ടി ഇങ്ങ് മറിക്കും. ബെല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞ കേട്ടോ. കണ്ട, ഇതാണ് ഞങ്ങളുടെ ബെല്ലക്കുട്ടി. കണ്ട ഒരൊറ്റ വറ്റ അവൾ അധികം വെച്ചേക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അവൾക്ക് കൊടുക്കാനും വലിയ ഉത്സാഹമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ബെല്ലയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. അവൾ എത്ര കൊടുത്താലും കഴിച്ചോളും. അവർക്ക് മറ്റവർക്ക് കിട്ടതിൽ കൂടുതൽ ചോറ് ഞാൻ ഇവൾക്ക് കൊടുക്കും, എന്നാലും അവൾ കഴിച്ചോളും. ഇനിയിപ്പോൾ രസവും ചോറാണെങ്കിലും അവൾ കഴിച്ചോളും. എന്താണെന്ന് ഇനി ഇനത്തിൻ്റെ ആയിരിക്കും. മറ്റവരങ്ങനെ നമ്മൾ എന്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും ഫുഡിനോട് വലിയ ആക്രാന്തമില്ല. ബെല്ലയുടെ പാത്രം കണ്ടോ. ഇപ്പം അങ്ങോട്ട് മറ്റവർക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അങ്ങോട്ട് ബെല്ലയ്ക്ക് ഫുഡ് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ അവിടെ അത് കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേ അതുപോലെ പെഡിഗ്രിയും മീനും എല്ലാം ഇട്ടാ ചോറ് കൊടുത്തത്. എല്ലാം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കണം ഇല്ലയാ? ഇല്ല വല്ല കുട്ടി, ഇനി നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കണം ഇല്ലയാ? എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി ചെല്ല്, വെള്ളം കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെല്ലടി. ഇനിയിപ്പോൾ സ്നേഹപ്രകടനം, ഇവിടെ നിൽക്കുന്നതിന് സ്നേഹപ്രകടനം.